അതെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്ലോത്ത് ഡയപ്പറിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഡയപ്പറാണ്. ഇതിൻ്റെ വീഡിയോസാണ് നിങ്ങളൊക്കെ കണ്ടത്. പക്ഷേ അതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഷ്ടിച്ചാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നന്നായിട്ട് യൂറിനുള്ള സമയത്ത് അത് ലീക്കേജ് ആവും. അതിന് ശേഷം അങ്ങോട്ടൊരു ക്ലോത്ത് ഡയപ്പറിൻ്റെ ഒരു പെരുമഴക്കാലം എന്ന് പറയാം. അതുപോലെ ഞാൻ ക്ലോത്ത് ഡയപ്പർ വാങ്ങിച്ചു കൂട്ടി. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അതിൻ്റെ യൂസ്ഫുൾ എത്ര ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം, ബാക്കിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന കുറേ അധികമുണ്ട്. അങ്ങനെ കുറേ അധികം ക്ലോത്ത് ഡയപ്പർ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ക്ലോത്ത് ഡയപ്പർ എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊന്നും എനിക്ക് ഈ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയാതെ പോയത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടമാണെന്ന് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഡെയിലി പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഒരു ശതമാനം ക്യാഷ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് പിന്നെ ക്ലോത്ത് ഡയപ്പർ എന്താണ് കേട്ടുപരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ സാധാരണ ഒരു ക്ലോത്ത് ഡയപ്പർ തരികയാണ് ചെയ്തത്. അപ്പോൾ അത് ഉപയോഗിച്ചപ്പം സാധാ ക്ലോത്ത്, അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണോ ഈ ക്ലോത്ത് ഡയപ്പർ എന്ന് വിചാരിച്ചു. വളരെയധികം അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം യൂറിനൊക്കെ നമ്മുടെ മേത്ത് പറ്റും. അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാത്ത പോലെ ഇരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുട്ടിയായപ്പോൾ പിന്നീട് പാമ്പേഴ്സ് മാത്രം അങ്ങ് യൂസ് ചെയ്തു. പിന്നീട് മൂന്നാമത്തെ കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റും യൂട്യൂബും ഒക്കെ നല്ല സജീവമായിരിക്കുന്ന സമയവുമായിരുന്നു. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് അറിഞ്ഞു. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ എന്നെപ്പോലെ വിഡ്ഢിത്തമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട്, ക്ലോത്ത് ഡയപ്പർ എന്താണെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, ഒരു അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഒട്ടും ലീക്കേജ് ഇല്ലാതെ നമ്മൾ എത്ര ഡയപ്പർ വെക്കുന്നോ, അതായത് നമ്മൾ ഇത് ഈ ഷീറ്റിൻ്റെ അനുസരിച്ചാണ് ഈ ഒരു ലീക്കേജ് വരുന്നത്. ഇതിങ്ങനെ ഞാൻ 2 ഷീറ്റ് ഒന്നിച്ചാണ് വെക്കുന്നത്. നമുക്ക് കുഞ്ഞിന് എത്രയാണോ കംഫർട്ടബിൾ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് വേണമെങ്കിൽ ഒന്ന്, അതിന് അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടിരിക്കും. അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതല്ലാതെ ഉപയോഗിക്കുക. അതിന് മുകളിൽ നമ്മളിനിയിപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഷീറ്റും ഇതിൽ അവൈലബിൾ ആണ്. വളരെ നൈസായിട്ടുള്ള ഷീറ്റാണ്. നമ്മൾ ഈ ഒരു ഈ ഒരു ക്ലോത്ത് ഡയപ്പറിൽ അതായത് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഷീറ്റിന് മുകളിൽ ഈ നൈസായിട്ടുള്ള ഷീറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ഫോൾഡ് ചെയ്ത് മടക്കി കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ക്ലോത്ത് ഡയപ്പർ ഉപയോഗിച്ചിട്ട് റാഷസോ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഹിമാലയയുടെ റാഷസ് ക്രീം ഉപയോഗിക്കാറുണ്ട്. കാരണം കുഞ്ഞ് നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായ കുട്ടിക്ക് ഇത് ഉപയോഗിക്കാമെങ്കിൽ പിന്നെ നോർമൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യട്ടോ, അല്ലെങ്കിൽ ഇത് ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഒരുപാട് ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. എനിക്കിത് നമ്മൾക്ക് ഈ ഒരു ഏജ് അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് ഡയപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കമ്പനിക്ക് 2 ടൈപ്പ് ഡയപ്പേഴ്സ് ആണുള്ളത്. ഇതെന്ന് ബേസിക്കെന്നും അതുപോലെ തന്നെ സാധാ ആയിട്ടുള്ള ഡയപ്പറുമാണുള്ളത്. ഇത് ബേസിക് മോഡലിൽ വരുന്ന ഒരു ഡയപ്പറാണ്. ഇതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. കാരണം ഇതിന് വിലയും നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ പാട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ലീക്കേജ് ഒന്നും ഇല്ലാതെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കും. അതല്ലാത്ത 2 ഇത് ബട്ടണുള്ള സൈസും കുഴപ്പമൊന്നുമില്ല. ലീക്കേജിൻ്റെ ഒരു പ്രശ്നം 2 ടൈപ്പറിനും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സമയം അനുസരിച്ചാണ് ലീക്കേജിൻ്റെ പ്രശ്നം വരുന്നത്. ഞാനിതിൽ ഓരോന്നിലും 2 ഷീറ്റ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ലീക്കേജും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. കട്ടി ഒത്തിരി കൂടി നിൽക്കുന്ന അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗിക്കാതിരുന്നാൽ മതി. അതുപോലെ ഈ ഒരു എക്സ്ട്രാ ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ അപ്പി ഇടുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇനി നിങ്ങളിത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഞാൻ ഇതെല്ലാം സൂപ്പർ ബോട്ടത്തിൻ്റെ
ബോട്ടത്തിൻ്റെയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ സൂപ്പർ ബോട്ടത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് സൂപ്പർ ബോട്ടം. ഇത് മിക്കവാറും ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കമ്പനിയുടേതാണ് ഈ പ്രോഡക്റ്റ് എല്ലാം. അതുകൊണ്ട് ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അതിലും എനിക്ക് കുറച്ചുകൂടെ നല്ലതായി തോന്നുന്നത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുക എന്നതാണ്. അതിൽ തന്നെ ഫാക്ടറി സെക്കൻഡ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതിലൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, കയറി നോക്കണം. അപ്പോൾ അതിനകത്ത് വലിയ ഡാമേജ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു ഡാമേജും ഇല്ല. ചെറിയ നൂലിൻ്റെ പൊട്ടിയതോ പറഞ്ഞതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല വിലക്കുറവിൽ ആ സെക്ഷനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ ബോട്ടത്തിൻ്റെ വെബ്സൈറ്റ് നിന്നാണ് അത് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഫാക്ടറി സെക്കൻഡ്സ് എന്നാണ് ആ ഒരു ഓപ്ഷനിൽ പറയുന്നത്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുതേ. അതുപോലെ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ.